അടുത്ത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ സെക്കൻഡ് യൂസ് ആണ് ലാബിൽ ചെയ്യുന്ന രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ പഴയ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. ഇതൊരു സെല്ലാണ്, ഒരു ഡ്രൈ സെല്ലാണെന്നിരിക്കട്ടെ. ഇതൊരു ഡ്രൈ സെല്ലാണ്. ഇതിന്റെ EMF E ആണ്. ഓക്കെ, ഇതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, സ്മോളർ ആണ്. ഇനി ഇപ്പൊ ഇതിനെ ഞാനൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററിൽ കണക്ട് ചെയ്തു. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ്റ്റേണൽ റെസിസ്റ്ററിൽ കണക്ട് ചെയ്തു. ഈ ലൈനിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാ? I ആണ്. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഇവിടുത്തെ ടെർമിനൽ PD ആൻസർ എന്താണ്? ടെർമിനൽ PD ഓർമ്മയുണ്ടാവും, I × R ആണല്ലേ. ഇനി ലോസ്റ്റ് വോൾട്ടിന്റെ ആൻസർ എന്താണ്? ലോസ്റ്റ് വോൾട്ട് എന്ന് പറയുന്നത് I × r ആണ്. ഓക്കെ, പണ്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്തുകൂടെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ് I × r. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ EMF = ടെർമിനൽ PD പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ് അല്ലേ. അപ്പൊ ടെർമിനൽ PD E ആണ്, ഇവിടുത്തെ EMF E ആണ്, ടെർമിനൽ PD I × R ആണ്, ലോസ്റ്റ് വോൾട്ട് എന്ന് പറയുന്നത് I × r ആണ്. അപ്പൊ E = I അതുപോലെ എഴുതി R + R എന്നാണ്. അപ്പോ ഇതിൽ നിന്ന് I എന്ന് പറയുന്നത് E/R + R ആണ്. ഇത്രയും ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ് ഞാൻ ഇവിടെ എഴുതിയത്? ഈ ലൈനിൽ കൂടെ വരുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് എഴുതിയത്. കറണ്ടിന്റെ ആൻസർ എത്രയാ? E/R + R. ഓക്കെ ആണ്. അപ്പൊ ഈ ലൈനിലെ കറണ്ട് എത്ര? E/R + R. നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ല് വെറുതെ ഇതുപോലെ ഇരിക്കുമ്പോ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ EMF കിട്ടും. എന്ത് കിട്ടും? EMF കിട്ടും. ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇതുപോലെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി എന്ത് കിട്ടും? ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ടെർമിനൽ PD കിട്ടും. എന്ത് കിട്ടും? അന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ സെല്ലിനെ ഇതുപോലെ ഓപ്പൺ സർക്യൂട്ടിൽ വെച്ചാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? EMF കിട്ടും. ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇതുപോലെ വെച്ചാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? ടെർമിനൽ PD കിട്ടും. ടെർമിനൽ PDയുടെ ആൻസർ I × R ആണ്. ടെർമിനൽ PDയുടെ ആൻസർ എന്താണ്? I × R ആണ്. അപ്പൊ ടെർമിനൽ PDയുടെ ആൻസർ പറയണം. നോക്കൂ, I എന്ന് പറഞ്ഞാൽ E/R + R ആണ്. E/R + R ആണ്. R ആണ് സെല്ലിൽ നിന്ന് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ സെല്ലിൽ നിന്ന് ഇപ്പൊ കിട്ടുന്ന എന്താണ്? ER/R + R ആണ്. സെല്ലിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ER/R + R. ഒരു ഉണ്ടാക്കൂല. വെറും സിമ്പിൾ ആയിട്ടുള്ള പഴയ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഓർമ്മയിലുണ്ടോ? എന്താണ് ഇതാര്? സെൽ, ഡ്രൈ സെല്ലാണ്. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തു. സെല്ലിന്റെ EMF എത്ര? E ആണ്. ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്ര? R ആണ്. സർക്യൂട്ടിലുള്ള കറണ്ട് എത്ര? I ആണ്. ഇനി സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര? r ആണ്. ഇനി ലൈനിലെ കറണ്ട് I ആണ്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? EMF = ടെർമിനൽ PD പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ്. ഇനി E = ടെർമിനൽ PD എന്ന് പറഞ്ഞാൽ I × R ആണ്. ലോസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ I × r ആണ്. അപ്പൊ ഈ I കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റ് ഇടാം. ഇതിൽ നിന്ന് I കണ്ടുപിടിച്ചാൽ I = E/R + R എന്ന് എഴുതാം. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് എത്രയാ? I = E/R + R. ഇനി ഇത് നമ്മുടെ സെല്ലാണ്. സെൽ ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ്. സോ ഇതിപ്പോ ഓപ്പൺ സർക്യൂട്ടിലാണ്. ഇപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും? കുന്തം കിട്ടും. എന്ത് കിട്ടും? E കിട്ടും. എന്ത് കിട്ടും? E കിട്ടും. ഇനി ഇതിനെ ഇപ്പോ ക്ലോസ്ഡ് സർക്യൂട്ടിലാക്കി. ഇപ്പൊ എന്ത് കിട്ടും? പറയൂ. ഇപ്പൊ കിട്ടുന്നത് ടെർമിനൽ PD കിട്ടും. എന്ത് കിട്ടും? ടെർമിനൽ PD കിട്ടും. ഫസ്റ്റ് കേസിൽ എന്ത് കിട്ടും? E കിട്ടും. ഇപ്പൊ എന്ത് കിട്ടും? ടെർമിനൽ PD കിട്ടും. എന്താണ് ടെർമിനൽ PD? I × R. I എന്ന് പറഞ്ഞാൽ E/R + R ആണ്. അപ്പൊ ടെർമിനൽ PD എന്ന് പറഞ്ഞാൽ IR അല്ലേ? I എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് × R. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടും? ER/R + R കിട്ടും. മറക്കരുത്, ചത്തുപോയാലും മറക്കരുത്. ഒരു സെല്ല് വെറുതെ ഇരിക്കുന്നു. അതിൽ നിന്ന് എന്ത് കിട്ടും? E കിട്ടും. ഇനി സെല്ല് ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ എന്ത് കിട്ടും? ടെർമിനൽ PD കിട്ടും. അതിന്റെ ആൻസർ പറയൂ. I × R അല്ലെങ്കിൽ ER/R + R കിട്ടും. എന്ത് കിട്ടും? ER/R + R. മരിച്ചാലും മറക്കരുത്. സൊല്യൂഷൻ, വെറുതെ ഇരിക്കുന്ന സെല്ലിൽ നിന്ന് എന്ത് കിട്ടും? E കിട്ടും. സെല്ലിനെ ക്ലോസ്ഡ് സർക്യൂട്ടിലാക്കിയാൽ എന്ത് കിട്ടും? ടെർമിനൽ PD കിട്ടും. ടെർമിനൽ PDയുടെ ആൻസർ രണ്ട് രീതിയിൽ പറയാം. I × R അല്ലെങ്കിൽ ER/R + R കിട്ടും. ഓക്കെ ആണേ?
ഇനി നമ്മുടെ സംഭവത്തിലേക്ക് വരാം. നിങ്ങൾ സെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോകുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിസിക്സ് ലാബിലേക്ക് പോവുകയാണ്. അപ്പൊ ലാബിലേക്ക് നടന്നു പോകുന്നു. ലാബ് എത്തിയിട്ടില്ല, എത്താറായി, ഇപ്പൊ എത്തും. ഓക്കെ, ലാബിന്റെ കതവ് തുറന്ന് നമ്മൾ ലാബിന്റെ അകത്തേക്ക് കയറി. പൊട്ടൻഷ്യോമീറ്റർ അതായിരിക്കുന്നു. നോക്കൂ, പൊട്ടൻഷ്യോമീറ്ററിന്റെ അടുത്തെത്തി. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. എന്റെ ആദിത്യൻ നടന്നു പോകുന്നു. പൊട്ടൻഷ്യോമീറ്ററിന്റെ അടുത്തെത്തി. അവൻ പൊട്ടൻഷ്യോമീറ്ററിനെ കടന്നു പിടിച്ചു. ഇതായിരിക്കുന്നു പൊട്ടൻഷ്യോമീറ്റർ. നോക്കൂ, ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, എത്ര എൻസ് ഉണ്ട് ഇതിന്? 2 കണക്ഷൻ ടെർമിനൽസ് ഉണ്ട്. ടെർമിനൽസിന്റെ പേര് പറയൂ. എയും സിയും. ഒരു കുഴപ്പമില്ല. ഇനി നമ്മുടെ പ്രൈമറി സർക്യൂട്ട് വരയ്ക്കാം. നേരത്തെ വരച്ചത് തന്നെ. ഒരു സെൽ, അതിന്റെ പോസിറ്റീവ് വരുന്നു. പോസിറ്റീവ് പിടിച്ച് എന്റെ എയിൽ കൊടുത്തു. ഇനി നെഗറ്റീവ് പിടിച്ചിട്ട് സിയിലും കൊടുത്തു. പ്രൈമറി സർക്യൂട്ടായി. ഇനി പൊട്ടൻഷ്യോമീറ്റർ വയർ വഴി മിനിമം കറണ്ടേ പാസ് ചെയ്യാവൂ. മിനിമം കറണ്ട് പാസ് ചെയ്താലേ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റൂ. നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്തു? ഒരു റിയോസ്റ്റാറ്റ് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഒരു റിയോസ്റ്റാറ്റ് ഇൻക്ലൂഡ് ചെയ്തു. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്വിച്ച്, നമുക്കൊരു കീ വയ്ക്കാം. ഓക്കെ, അതെല്ലാം ഫിറ്റ് ചെയ്തു. ഓക്കെ, പ്രൈമറി സർക്യൂട്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി കണക്ട് ചെയ്തു. ആർക്കെങ്കിലും മനസ്സിലാവായികയുണ്ടോ? പ്രൈമറി സർക്യൂട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സെൽ എടുത്തുകൊണ്ട് വയ്ക്കുകയാണ്. ഈ സെല്ലിന്റെ EMF E ആണ്. സെല്ലിന്റെ EMF എത്രയാ? E ആണ്. ഇനി ഈ സെല്ലിന്റെ ഈ പോസിറ്റീവ് എന്റെ എയിൽ കൊടുത്തിട്ടുണ്ട്. ഈ നെഗറ്റീവിന്ന് ഒരു ഗാൽനോമീറ്റർ കൊടുക്കാം. ഓക്കെ, ഗാൽനോമീറ്ററിൽ നിന്ന് ഒരു ജോക്കിയൊക്കെ ഫിറ്റ് ചെയ്യാം. ജോക്കിയെ ഈ വയറിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, എല്ലാം മനസ്സിലായി. ഇനി ഞാൻ തന്നെ ഇവിടെ ഈ സെല്ലിന്റെ 2 ടെർമിനലുകളിൽ നിന്ന് 2 വയർ എടുത്തിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കീ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കീ ഇപ്പോ ഓഫ് ആണല്ലേ? ഇപ്പൊ കീ ഇപ്പൊ ഓഫ് കണ്ടീഷൻ ആണ്. അതായത് ഈ സാധനം ഇപ്പൊ സർക്യൂട്ടിൽ ഇല്ല, ഓഫ് ആയിട്ട് കിടക്കുകയാണ്. അതായത് സെൽ EMF E ഉള്ള സെല്ലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ നമ്മുടെ കീ അങ്ങോട്ട് കുത്തി റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി പൊട്ടൻഷ്യോമീറ്റർ വഴി വളരെ ചെറിയ ഒരു കറണ്ട് പാസ് ചെയ്യുക. വളരെ ചെറിയ ഒരു കറണ്ട് പാസ് ചെയ്തേ. പൊട്ടൻഷ്യോമീറ്റർ, പാവം പൊട്ടൻഷ്യോമീറ്റർ, അതുവഴി ഒരു ചെറിയ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെയാണ്. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡറിയിൽ ഇരിക്കുന്ന സെല്ലിനെ കണ്ടു. സെല്ലിന്റെ EMF എത്രയാ? E ആണ്. ഇനി ഈ സർക്യൂട്ട് മൈൻഡ് ചെയ്യേണ്ട, കാരണം അത് ഓഫ് ആണ്. ഇനി ഈ സെല്ലിന്റെ EMF എത്രയാ? E ആണ്. എന്നിട്ട് ജോക്കി എന്റെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവാം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ ഗാൽനോമീറ്റർ എന്ത് കാണിക്കും? 0 കാണിക്കും. നിങ്ങൾക്ക് കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് L1 ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ EMF ഓഫ് ദ സെൽ ഇൻ സെക്കൻഡറി പ്രൊപ്പോർഷണൽ ടു ഇപ്പോഴത്തെ ബാലൻസിംഗ് ലെങ്ത് എത്ര? L1. ഓക്കെ, ബുദ്ധിമുട്ടെല്ലാം തോന്നിയോ? ഒന്നുകൂടെ. Rheostat in the key in the primary circuit is closed. Rheostat is adjusted. Then a small current is passed through potentiometer wire. Then secondary circuit key is open. Then the EMF of the cell in the secondary E. Then balancing length from the end A is found as L1. Then by the principle of potentiometer E will be proportional to L1. Okay, first equation. I am getting my first equation. Now you take a suitable resistance in resistance box. Okay, then keep this closed. Adin endakka closed aakka. Now see cell ipo endai closed ആയി. ഇപ്പൊ ഇതിന്ന് കിട്ടുന്നത് ഈ നേരത്തെ കിട്ടിയിരുന്നത് E ആണ്. ഇപ്പൊ എന്താണ് കിട്ടുന്നത്? ഇപ്പൊ കിട്ടിയത് ടെർമിനൽ PD അല്ലേ? അത് എത്രയാണ് കിട്ടുന്നത്? ER/R+R ആണ് ഇനി കിട്ടാൻ പോകുന്നത്. നോക്കൂ, സെല്ലിന് അക്രോസ് ആയിട്ട് നിങ്ങൾ ഒരു റെസിസ്റ്റൻസിനെ ഫിറ്റ് ചെയ്തു. അപ്പോ ഇപ്പൊ ഇതിന്ന് ഈ സെല്ലിൽ നിന്ന് കിട്ടുന്നത് EMF അല്ല, ടെർമിനൽ PD ആണ്. എത്രയാ? ER/R+R.
അപ്പൊ ഈ ER/R+R ഉപയോഗിച്ച് നിങ്ങൾ ബാലൻസിംഗ് ലെങ്ത് കാണും. അപ്പൊ ER/R+R ആണ് സെല്ലിൽ നിന്ന് ഇപ്പൊ കിട്ടുന്നത്. അതുപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച ബാലൻസിംഗ് ലെങ്ത് എന്ന് പറയുന്നത് L2 ആണെങ്കിൽ ER/R+R പ്രൊപ്പോർഷണൽ ടു L2 ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ എന്താണ് ഇത്? സെല്ലിന് അക്രോസ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി അപ്പൊ ഈ സെല്ലിൽ നിന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന E ആണ്, ഇപ്പൊ കിട്ടുന്നത് എന്താണ്? ER/R+R ആണ്. അതുപയോഗിച്ച് ഇവിടുന്ന് ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കുക. കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് L2 ആണ്. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. നിങ്ങളുടെ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യൂ. അപ്പൊ എന്താണ്? ഇത് ഡിവൈഡഡ് ബൈ ഇത്. അപ്പൊ എന്ത് വരും? E ഡിവൈഡഡ് ബൈ ER/R+R ഈസ് ഈക്വൽ ടു L1/L2 എന്ന് കിട്ടും. ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ബാക്കി പറയൂ. E ഇൻറ്റു പറയൂ. E ഇൻറ്റു തലകുത്തനെ ഇടൂ. R+R ഡിവൈഡഡ് ബൈ ER ഈസ് ഈക്വൽ ടു പറയൂ L1/L2 എന്നാണ്. ഇനി വെട്ടിപ്പോയി. ബാക്കി R+R ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു L1/L2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പറയൂ. RL2 പ്ലസ് RL2 ഈസ് ഈക്വൽ ടു RL1 എന്നാണ്. അപ്പൊ RL2 ഈസ് ഈക്വൽ ടു RL1 മൈനസ് RL2 എന്ന് കിട്ടും. അപ്പൊ RL2 ഈസ് ഈക്വൽ ടു R കോമൺ എടുത്തിട്ട് L1 മൈനസ് L2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര? R ഇൻറ്റു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രയാസം തോന്നിയോ? അപ്പൊ ഈ കാൽക്കുലേഷൻ ഒന്ന് ഓർക്കുക. അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് ഔട്ട് വീണ്ടും ഒന്നുകൂടെ പറയാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ഔട്ട് ഒന്നുകൂടെ പറയാം. See, we are measuring the internal resistance of a cell. So what is the question? How will you use a potentiometer to find internal resistance of a cell? So see, potentiometer circuit. Okay, potentiometer. How many ends are there? 2 ends. Ends are A and B, sorry, A and C. Then cell, positive of cell is connected to end A, negative is connected to end C through a rheostat, then and key. Okay, this circuit is called primary, no problem. Then secondary circuit consists of a cell of EMF E, then its positive end is connected to end A, negative is connected to galvanometer, and then to a jockey. Jockey can be slided along the wire. Then across the terminals of the cell, a resistance box and key are connected. Okay, no problem. This is secondary. Then see, how will you measure the internal resistance? See, key in the primary circuit is closed. Then rheostat is adjusted. A small current is passed through potentiometer wire. Then see, key in the secondary circuit is kept open. Then with the cell of EMF E, balancing length from the end A is found as L1. Then E proportional to L1. Equation number 1. No problem. Now see, a suitable resistance is taken from resistance box and the key is closed in the secondary. Okay, then now what will be the available voltage? The available voltage is terminal BD. What is it? ER/R+R. With that, balancing length is found from the end A as L2. Then ER/R+R will be proportional to L2. Equation number 2. Okay, you divide. So equation 1 divided by equation 2. Then E divided by ER/R+R will be equal to L1/L2. Then E into, tell me,
R plus R divided by ER is equal to what? L1 by L2. Then E cancelled. So cross multiplication. R L2 plus small r into L2 is equal to R L1. Then R L2 is equal to R L1 minus R L2. Then R L2 is equal to R common balance L1 minus L2. Then small r is equal to R into L1 minus L2 divided by L2. Thus internal resistance is calculated. So you start saying, see, potentiometer consists of a uniform resistance wire of 10 meter long. It is arranged in a zigzag way on a wooden board between 2 points A and C. Then positive of a battery is connected to end A, negative is connected to end C through a rheostat and key. This is primary circuit. Then secondary circuit consists of a cell of EMF E. Its positive terminal is connected to NDA, negative is connected to galvanometer and then to a jockey. Jockey can be slided along the wire. Then across the terminals of the cell, a resistance box and key are arranged. Then first say key in the secondary circuit is kept open. Then key in the primary is kept closed. Rheostat is adjusted. A small current is passed through potentiometer wire. With the cell of EMF E in the secondary, balancing length from the end A is found as L1. Then by the principle of potentiometer, E proportional to L1, then a suitable resistance is taken from resistance box. The key in the secondary is kept closed. Then now the available voltage will be ER by R plus R. With that, balancing length from the end A is found as L2. Then ER by R plus R proportional to L2. Then dividing the equations and on rearranging, you get small r is equal to R into L1 minus L2 divided by L2. Thus, what is calculated? Internal resistance is found. മനസ്സിലായോ? അപ്പോൾ എക്സ്പെരിമെന്റ് കഴിഞ്ഞു പൊട്ടൻഷ്യോമീറ്ററിന്റെ. ഓക്കെ അല്ലേ? സ്മാർട്ട് അല്ലേ?